ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു സ്മെല്ല് തന്നെ വേറെയാണ്. നമ്മളിതിന് ഉഴുന്ന് പരിപ്പോ അല്ലെങ്കിൽ ഈസ്റ്റ്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി കുതിർത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാനുള്ളത് ചോറാണ്. പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട്. അത് എല്ലാവരുടെ വീട്ടിലും ഉള്ള സംഭവം തന്നെയാണ്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന സംഭവമൊന്നുമല്ല. ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. ഇനി ഇതിലോട്ട് ഞാൻ 1.5 കപ്പ് ചോറെടുത്തിട്ടുണ്ട് കേട്ടോ. 2 കപ്പ് പച്ചരിക്ക് 1.5 കപ്പ് ചോറെടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് പുളിച്ച മാവാണ് കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂണ് ഇഡലി മാവിൻ്റെ മാവ്, അല്ലെങ്കിൽ അപ്പത്തിൻ്റെ മാവ്, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ദോശയുടെ മാവ്, അതൊരു 2-3 ടേബിൾ സ്പൂണ് നമ്മൾ ഒന്ന് മാറ്റി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ അപ്പം ഉണ്ടാക്കുമ്പോൾ അത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറേ വെള്ളം ചേർത്ത് കൊടുക്കണ്ട, നല്ല തിക്കായിട്ടുള്ള മാവാണ് നമുക്ക് വേണ്ടത്. ഇഡലി മാവിൻ്റെ മാവൊക്കെ ഇല്ലേ, ആ ഒരു തിക്നെസ്സാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. നല്ലോണം ചെറിയ പാത്രം എടുക്കണ്ട കേട്ടോ, പാകത്തിനുള്ള പാത്രം എടുക്കണ്ട. ഇത് പുളിച്ച് വരുമ്പോഴേക്കും ചിലപ്പോൾ പൊങ്ങി പുറത്തേക്ക് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ട് പുളിച്ച് വരണം. ഞാൻ രാവിലേക്ക് വേണ്ടിയിട്ട് തലേന്ന് വൈകിട്ട് തന്നെ അരച്ച് വെക്കാറുണ്ട്. ഇവിടെ പൊതുവെ ക്ലൈമറ്റ് തണുപ്പ് കൂടുതലാണ്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഓവന് ചൂടാക്കിയിട്ട് അതിനകത്ത് വെച്ച് കൊടുത്താലും മതി. അപ്പം നമുക്ക് നോക്കാം. ഞാൻ തലേന്ന് വൈകിട്ട് തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നല്ല ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഫെർമെൻ്റായി കിട്ടണം കേട്ടോ, എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ തലേന്ന് വൈകിട്ട് അല്ലെങ്കിൽ ഒരു 7 മണിക്കൊക്കെ അരച്ച് വെച്ചാൽ നമുക്ക് രാവിലെ ഒരു 8 മണിക്കൊക്കെ നല്ല ഫെർമെൻ്റായി കിട്ടും. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ആ പുളിച്ച മാവ് മസ്റ്റായിട്ടും ചേർക്കണം കേട്ടോ. ഇനി നമ്മൾ നോർമലി ചെയ്യാറുള്ള പോലെ ഒരു പാന് നല്ല ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നിരത്തി കൊടുക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഈ ഒരു സമയം. എന്നിട്ട് നല്ലോണം കുമിള വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ ഫുള്ള് ഇങ്ങനെ കുമിള വരണം കേട്ടോ, എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്, നമുക്കിത് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ അപ്പം. അതുപോലെ അടിഭാഗമൊന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു അപ്പം. ഞങ്ങൾ പോള എന്നാണ് പറയാറ്. ഇത് നമ്മൾ തട്ടുദോശയൊക്കെ ചെയ്യാറില്ലേ, ആ ഒരു ടേസ്റ്റൊന്നും അല്ല. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ വേറെ തന്നെയാണ്. ഇത് എൻ്റെ ഉമ്മാമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ മുമ്പേ ഉണ്ടാക്കാറുള്ളൊരു അപ്പമാണിത്. എൻ്റെ വീട്ടിലൊക്കെ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് മൺകലത്തിലാണ് ഈ ഒരു മാവ് അരച്ച് വെക്കുന്നത്. എന്നിട്ട് ആ ഒരു മൺകലം അതിൽ ബാക്കി ഉണ്ടെങ്കിൽ കുറച്ച് ബാക്കി വെച്ചിട്ട് ഫുള്ള് ചുറ്റിച്ചെടുക്കും. എന്നിട്ട് ആ ഒരു മൺകലം സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നെ അതിലോട്ടാണ് അരച്ച് വെക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഇതിൻ്റെ മാവാണെങ്കിലും അല്ലെങ്കിൽ ഇഡലി മാവ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അപ്പത്തിൻ്റെ മാവൊക്കെ കുറച്ച് ഒരു 1-2 ടേബിൾ സ്പൂൺ ബാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ അപ്പം ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് ചേർത്തിട്ട് ചെയ്താൽ നല്ല നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് കോമ്പിനേഷനായിട്ട് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം ശർക്കര ചേർത്തിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ഒരു തേങ്ങാപ്പാലും ഈ ഒരു അപ്പവും കൂടെ ചേർത്ത് കഴിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.